ആളെ കണ്ടേയില്ലല്ലോ. എനിക്ക് പനിയായിരുന്നു. ആരാ പറഞ്ഞ പനിയാണെന്ന്? അച്ഛനോ അമ്മയോ? അവരൊന്നും അല്ല പറഞ്ഞു, വൈദ്യരാ പറഞ്ഞു. ഇപ്പൊ എല്ലാം മാറിയോ? എന്താ കയ്യില്? പാട്ടുപുസ്തകമാണോ? അല്ല, പുതിയ പടത്തിന്റെ നോട്ടീസാ. ഇന്നു മുതൽ പടം മാറ്റമാണ്. നല്ല പടമാണോ ഏട്ടാ? നല്ലതാന്നാ പറയുന്നത്. ഉഗ്ര 6 ഇടിയുണ്ട്. അവസാനം നസീർ ഉമ്മറിനെ കൊല്ലുന്നതാ കഥ. മണിയൻ ചേട്ടൻ ആരെയാ ഇഷ്ടം? ഷീലയോ ജയഭാരതിയോ? എന്താ ചേട്ടനൊന്നും മിണ്ടാത്ത? അതൊക്കെ ചീത്തയാ. ഞാൻ ചീത്ത പറയല്ല. എന്നാ ഞാൻ പറയട്ടെ, എനിക്ക് ഏത് നടനെ ഇഷ്ടമെന്ന്? നസീറിനെ ആയിരിക്കും. എന്താ സമയം? അല്ല, എനിക്ക് അവരെക്കാളൊക്കെ ഇഷ്ടം ചേട്ടനെയാ. ചേട്ടൻ ആ വേഷമൊക്കെ ഇട്ട് വന്നാ എങ്ങനെ ഇരിക്കുമെന്നറിയാമോ? ആരാ കമലോടെ? മണിയൻ ചേട്ടനാമേ, ഒന്നിങ്ങോട്ട് വരാൻ പറ. അമ്മ വിളിക്കുന്നു. നോട്ടീസ് വായിച്ചിട്ട് തന്നാ മതി. എന്താ മണിയാ, സിനിമയൊക്കെ മാറിയോ? മാറി. ഇന്ന് മുതൽ ജവഹറിലെ പടം മാറ്റമാ. മണിയമ്പിള്ള ഒരു ചാക്ക് നെല്ല് നെല്ലി കൊണ്ടുപോയി കുത്തിച്ചോണ്ട് വരുവോ? നീ എടുക്കുവോ? ഞാനാണല്ലോ ഇന്നാളില് രാജുവിന്റെ അമ്മയ്ക്ക് കുത്തിച്ചു കൊടുത്തേ. എന്നാ അപ്പുറത്തേക്ക് വാ, നെല്ല് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് അവരെക്കാളൊക്കെ ഇഷ്ടം മണിയൻ ചേട്ടനെ. മണിയൻ ചേട്ടൻ ആ വേഷമൊക്കെ ഇട്ട് വന്നു നിന്നാ കാണാൻ എങ്ങനെ ഇരിക്കുമെന്നറിയോ? പിള്ളേരുറങ്ങിയോടി? കൊള്ളാം. മണി 11 എന്ത് വായ കുത്തിയെന്ന് ചവയ്ക്കുന്നത്? ചവയ്ക്കാൻ വായി പല്ലുണ്ടായിട്ട് വേണ്ടേ? ഇത്തിരി കപ്പലുണ്ട്. എവിടെന്നാ? മണിയും കൊണ്ടുവന്നത്. അവൻ എവിടെന്നാ കാശ്? അറയ്ക്കലെ ദേവകിയമ്മ അവൻ 8 അണ കൊടുക്കും. അവൻ അതിന് കപ്പലണ്ടിയും മേടിച്ചോണ്ട് വന്നു. അച്ഛന്റെ പങ്കെന്നും പറഞ്ഞ് മാറ്റി വെച്ചതാ. എന്തോന്ന് ആലോചിക്കുന്നു? ഓ, എന്താ ആലോചിക്കാൻ? ഞാൻ നമ്മുടെ മണിയന്റെ കാര്യം നമ്മുടെ മുതലാളിയുടെ അടുത്തൊന്ന് പറഞ്ഞു. ഇനി 10 തവണ കഴിഞ്ഞൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഈ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ അതൊരു ഭാഗ്യമാണ്. അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. സമയം നല്ലതാണോ പിടിപിടേതങ്ങ് കയറിപ്പോകാം. സമയം പിഴച്ചോ തപാ നിങ്ങൾ ഇറങ്ങിപ്പോരാം. സർവതുണ്ടോ? ഉണ്ടല്ലോ. ഒന്ന് എടുത്തേ. ഐസനോ? വേണ്ട. വെള്ളമില്ലല്ലോ. മണിയമ്പിള്ളേ, ആ കിണ്ടിന്ന് ഒരു കലം വെള്ളം പിടിയിൽ എടുത്ത് പോരും. താനിരിക്കണം, ഇപ്പൊ വരും. ഒരു കാര്യം കാണിക്കാനാ. ഈശ്വരനാണ് എന്റെ പകുതി എനിക്ക് തന്നില്ല. നേരെ ഒത്തിരിയായി. ഞാൻ പോട്ടെ, എനിക്ക് അത്യാവശ്യം ഒരിടം വരെ പോകാനുള്ളതാ. ചുമ്മാ മെനക്കെടുത്താൻ കടയിൽ തുറന്നു വെച്ചോണ്ടിരിക്കുക. ചേടാ, വെള്ളത്തിന് പോയി ആളിനെയും കാണുന്നില്ലല്ലോ. നല്ല ആള് തന്നെ. സർവത്തിന് ആളെ എടുത്തിട്ട് പോയാ പോക്കാ. അയാള് പോയാ? ഇല്ല, പോയില്ല. വൈകുന്നേരം ഇതുവഴി വരുമ്പോ കുടിച്ചിട്ട് പോയിക്കോളാന്ന് പറഞ്ഞിരിക്കുക. ഇതുകൊണ്ടൊക്കെ തന്നെയാ പിള്ളേര് മണിയമ്പള്ളിയെ പിരിലൂസ് എന്ന് വിളിക്കുന്നത്. എന്നെ ആരും പിരിലൂസ് എന്ന് വിളിക്കത്തില്ല. വിളിച്ച ആരായാലും ഞാൻ തല്ലും.
ഇവിടെ കാത്തിരിക്കുന്നു. മണിയൻ ചേട്ടൻ ഇതുവരെ എവിടെയായിരുന്നു? അത് ഞാൻ കൊട്ട വരെ പോയിരുന്നു പടം മാറിയോന്നറിയാൻ. എന്നിട്ട് പടം മാറിയോ? ഇല്ലില്ല, ഇവിടത്തെ കൊട്ടയിലെ പടം നാളെ മാറത്തുള്ളൂ. ഇന്നത്തെ പൂവുള്ളു. താങ്ക് യു. പൂ തന്നപ്പോഴേ ചേട്ടനോട് ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ? അത് ഇംഗ്ലീഷാ. ആരെങ്കിലും ഒരു ഉപകാരം ചെയ്താ ഉടനെ താങ്ക് യു എന്ന് പറയണം. എന്ത് പറയണം? താങ്ക് യു. മണിയൻ ചേട്ടൻ വലിയ സായിപ്പായി പോയല്ലോ. പിന്നെ എന്റെ കൂടെ കടത്തു വരുമെന്ന് വരാമോ? എന്തിനാ? കൂട്ടിന്. അവിടെ കുറെ ചെറിച്ച ആമ്പിള്ളേരുണ്ട് കമന്റ് അടിക്കാൻ. എന്ന് വെച്ചാ? അവരൊക്കെ എന്നെ കാണുമ്പോ എന്തെങ്കിലുമൊക്കെ അനാവശ്യം വിളിച്ച് പറയും. ഇന്നാരും ഒന്നും പറയത്തില്ല, ഞാൻ കൂടെ ഉണ്ട്. നേരെ ഒരുപാടായി. വെള്ളസാരിക്കുന്ന റെസ്കോർട്ട് ഉണ്ടല്ലോ രവി. എന്ന് പറഞ്ഞാ വെള്ളസാരി ഒരു അമൂല്യതയില്ലാടാ. അത് കാക്കാരൊരു ഭൂതം വേണ്ടേ? എടാ, ഇത് ഭൂതമൊന്നുമല്ല, കിറുക്കനാ. എന്നെ എങ്ങാനും ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്റെ പൊന്ന് കർത്താവേ, ഈ പണി എന്നും രാവിലെ മംഗളമായിട്ടാണ് നടത്തിയത്. എന്താടാ നിനക്കൊക്കെ? നല്ല വഴിക്ക് കിടക്കണ പെമ്പിള്ളേരെ കണ്ടപ്പോ നിനക്കൊക്കെ എന്താടാ? ചിപ്പോടാ. എന്താടാ വിളിച്ചേ? എന്റെ പ്രായം നിനക്ക് അറിയില്ലടാ, അഹങ്കാരി. നീ വെറുതെ രവി. ഈ കിറുക്കണൊക്കെ വർത്താനയുടെ കാര്യം എന്താ? ആരെങ്കിലും പിടിച്ച് മാറ്റടാ. ഓക്കെ, ഒന്ന് പിടിച്ചു മാറ്റണേ. മാറോ മാറോ. എന്നെ ആരും പിടിക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല എന്ന് കരുതി ഈ നാട്ടിൽ പെമ്പിള്ളേർക്ക് ജീവിക്കേണ്ട അണ്ണം പിടിച്ചോണ്ട, ഇല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു. ഇനിയോ അമ്മമാർ എന്തെങ്കിലും കിട്ടും. ഇന്നത്തെ കാലത്തൊരു പണി കിട്ടാൻ വിഷമോ? പഠിച്ചവരോ തേരാ പാരാത്തെണ്ടി നടക്കുന്നു. എവനിങ്ങനെ കളിച്ച് നടന്നാ മതിയോ? അമ്മ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടായോ? ചേട്ടനോട് തോന്നണ്ടേ? ഇപ്പൊ തോന്നിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാ തോന്നാൻ പോന്നേ? മോലാലയുടെ വീട്ടിൽ വലിയ പണിയൊന്നും കാണത്തില്ലടാ. എനിക്കിപ്പോ പണിയൊന്നും വേണ്ട, ഞാൻ തോന്നുമ്പോ പറയാം. അപ്പൊ പുഴുങ്ങി വെച്ചിരിക്കുക, എടുത്ത് കയ്യിലോട്ട് തരാൻ. തോട്ടമ്മ, എനിക്കൊരു പപ്പടം വേണം. പപ്പടം അത്രയേ ഉള്ളൂ, തീർന്നു. എനിക്കൊരു പപ്പടം കൂടെ വേണം. തീർന്നാ എന്ത് ചെയ്യും? ചേട്ടാ ഇതെടുത്തു. താങ്ക് യു. ഇനി നോക്കട്ടെ മണിയൻ ചേട്ടന് ബുദ്ധിയുണ്ടോന്ന്. ഈ ഫോട്ടോയിൽ ഏതിലാ ഞാൻ ഏറ്റവും നന്നായിരിക്കുന്നത്? ഇതല്ലേ? അയ്യോ, എനിക്കും അത് തന്നെ ഇഷ്ടപ്പെട്ടത്. ചേട്ടനും അത് തന്നെ പറഞ്ഞല്ലോ. ഒരു ഫോട്ടോ എനിക്ക് തരാമോ? എന്റെ പടമോ? എന്തിനാ? ചുമ്മാ കണ്ടോണ്ടിരിക്കാൻ. ശരി, ചേട്ടൻ ചോദിച്ചല്ലേ, ഇതെടുത്തോളൂ. ചേട്ടന്റെ ഒരു പടം എനിക്കും തരണം. എന്തിനാ? ചേട്ടൻ ഇല്ലാത്തപ്പോ കണ്ടോണ്ടിരിക്കാൻ. എന്റെ ഫോട്ടോ ഇതേവരെ ആരും എടുത്തിട്ടില്ല. സത്യം? എന്നാലേ അടുത്ത ആഴ്ച എന്റെ അണ്ണൻ വരും. അണ്ണനെ മണിയൻ ചേട്ടൻ അറിയില്ലേ? അറിയാം. കഴിഞ്ഞ തവണ വന്നപ്പോ എനിക്ക് 2 സിനിമയ്ക്കുള്ള കാശ് തന്നു. ആ അണ്ണന്റെ ഈ ക്യാമറ ഉണ്ട്. ഇത്തവണ വരുമ്പോ ഞാൻ ചേട്ടന് ഫോട്ടോ എടുപ്പിക്കാം. കമലം, നീ അവിടെ എന്തെടുക്കുവാ? ദാ വരുന്നു. അമ്മ വിളിക്കുന്നു. അപ്പോഴേ അണ്ണ, ഒരു പെണ്ണിന് ആണിനോട് ഇഷ്ടമുണ്ടോന്നറിയാൻ ഒരു വഴിയില്ലേ? വഴികളൊക്കെ ഉണ്ട്. ഒരുമാതിരി കേസുകളെല്ലാം പ്രഥമ ദൃഷ്ടിയാൽ തന്നെ മനസ്സിലാക്കാം. അവരുടെ പൂച്ച പാല് കുടിക്കുന്ന ടൈപ്പിലുള്ള ചില നോട്ടങ്ങൾ കണ്ടാലേ അറിയാം. പക്ഷെ എല്ലാവരും നമ്മ നോക്കില്ല കേട്ടോ. അതിലുണ്ട് ചില കരിങ്കാരികളൊക്കെ. ആട്ടെ, എന്താ പണിയുമുള്ള കാര്യം? ഒന്നുമില്ല. ഏറ്റവും എളുപ്പമാർഗം പെണ്ണിനെ നോക്കി ഇങ്ങനെ കാണിച്ചോണ്ടാ മതി. ഇത് കണ്ടു പെണ്ണ് ചിരിച്ചോ, സംഗതി ലൈൻ ക്ലിയർ ആണോ അർത്ഥം. ഇനി ഒരറ്റ കൈയുണ്ട്.
പെണ്ണിന്റെ മോന്തായത്തിലോട്ട് നോക്കിക്കൊണ്ട് ലവ് എന്നങ്ങ് പറഞ്ഞോണ്ടാ മതി. പറഞ്ഞ ആ അത് സായിപ്പിന്റെ അടവാ. ലവ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഞാൻ നിന്നെ പ്രേമിക്കുന്നെന്ന. മണിയമ്പിള്ള ഏതാണ്ട് കുട്ടന് സ്വപ്പിച്ച മട്ടുണ്ടല്ലോ. അണ്ണന് തോന്നുന്നതാ. അമ്മ എന്തിയ കമലം? അപ്പുറത്ത് ചേച്ചി പ്രസവിച്ചെന്നറിഞ്ഞു, അവിടെ പോയതാ. ഞാൻ ഒത്തിരി നേരം അപ്പുറത്ത് നിന്ന് വിളിച്ചേച്ച് വരിക. ഞാനൊരു സൂത്രം കാണിക്കട്ടെ കമലം? സൂത്രമോ? കണ്ണുകൊണ്ടാ. ദേ നോക്കിക്കോ. എങ്ങനെ മണിയും ചേട്ടാ, ഒന്നുകൂടെ പ്ലീസ്. ഇനി ഞാനൊന്ന് നോക്കട്ടെ. എങ്ങനെ? മണിയണ്ണ ഉറങ്ങിയോ? എന്തിനാ? മണിയണ്ണന് ഒരു കാര്യം കൊടുക്കാനാ. മണിയണ്ണോ, മണിയണ്ണ, നോട്ടീസ് വേണ്ടേ? നിനക്കാവന്മാര് തന്ന, എനിക്ക് തന്നില്ല. എനിക്കും ആദ്യം തന്നില്ല. പിന്നെ ഞാൻ കലങ്ക് വരെ വണ്ടിയുടെ പിന്നാലെ ഓടി. മണിച്ചിത്തോടിനടുത്ത് വന്നപ്പോ അവര് 3-4 നോട്ടീസ് വലിച്ചെറിഞ്ഞ്. അതിലൊരെണ്ണം എനിക്കും കിട്ടി. നല്ല പടമാ, 6 രംഗത്തിരിയുണ്ട്. അവസാനം പ്രേംനസീർ ഉമ്മലിനെ വെടിവെച്ച് കൊല്ലും. പോയി കിടന്നറങ്ങാം. ഒരു അത്യാവശ്യം പറയാൻ വന്നിരിക്കുന്നു. പട്ടാ പായരായിക്കാ പ്രേമനസീർ. നിനക്ക് രാത്രി ജോലിയൊന്നും ഇല്ലടാ. ഈ ചെറുക്കൻ ഇത് എവിടെ പോയി കിടക്കുവോ? എടാ മണിയാ, എന്താ അമ്മേ? നിനക്ക് ആ കവലെ ചെന്നൊന്ന് അന്വേഷിക്കാൻ പോകുന്നേ. ഒരു നാളും ഇത്രയും താമസിക്കുന്നതല്ലോ. അമ്മ ഇതുവരെ ഉറങ്ങിയില്ലേ? ഓ, ഉറങ്ങി. എന്താവും ഞാൻ ഇത്രയും താമസിച്ചത്? എന്ത് ചെയ്യാനാമേ, ട്രാൻസ്പോർട്ട് ബസ്സുകാർ പണി മുടക്കി. ബസ്സില്ലാതെ എങ്ങനെയാ വരുന്നേ? അല്ല, അച്ഛൻ വന്നില്ലേ? അച്ഛൻ നാളെ വരത്തുള്ളൂ. കമ്പനിയിൽ നിന്ന് വന്ന് വിവരം പറഞ്ഞു. ചേട്ടൻ കിടന്നോ? എല്ലാരും കടന്നു. ഞാൻ നിന്നെ നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 കഴിഞ്ഞു. വാ, വല്ലതും കഴിച്ചു കിടന്ന് ഉറങ്ങാൻ നോക്കാം. എങ്ങോട്ടാടാ രാവിലെ കുളിച്ചൊരുങ്ങി? കണ്ട കടക്കാർക്കൊക്കെ വെള്ളം കോരി കൊടുക്കാനാണോ? ഞാനൊന്ന് പറഞ്ഞേക്കാം, അങ്ങേരറിഞ്ഞാൽ നിന്റെ പൊടി പോലും വെച്ചേക്കത്തില്ല. നീ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. ചേട്ടാ, ഇത് കേട്ടാ തോന്നുന്നു ഞാൻ പറയാത്തോണ്ട് അവൻ കേൾക്കാത്തതെന്ന്. നീ കിടന്ന് തുള്ളാതെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് കേൾക്ക്. അവിടെ അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അവിടെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പെമ്പറന്നവരും ഒരു മോളും മാത്രമേ ഉള്ളൂ. അവരുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള ചില സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇവനെ വിളിക്കുന്നത്. ചേട്ടാ, അത് അവനോട് തോന്നണ്ടേ?
ഞാൻ ഇന്നലെയും പറഞ്ഞു, അവന് തീരെ താല്പര്യമില്ലാത്ത പോലെ. അവൻ പറയുന്നത് അറയ്ക്കലെ ദേവകിയമ്മയുടെ മോൻ വരുമ്പോ അവനെ മദ്രാസിൽ കൊണ്ടുപോകുന്ന. എന്തെങ്കിലും ഒന്ന് ശരിയായാ മതിയായിരുന്നു. എന്താണ് വെറുതെ പറഞ്ഞിരിക്കുന്നത്? മണിയൻചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാമോ? എനിക്ക് ഒരു തവളയെ കൊണ്ടുതരാമോ? മാക്രിയോ? എന്തിനാ? അതെ, കൊണ്ടുവരുമ്പം കാണിച്ചു തരാം. തവളയെ കിട്ടുമോ? അമ്പലക്കുളത്തിൽ ഒത്തിരി ഉണ്ട്. കുളത്തിൽ സൂക്ഷിച്ചു ഇറങ്ങാവൂ. ചൊറുത്തവളെ കൊണ്ടുവരരുത്, നല്ല വലിയ തവള. കുണ്ടമാക്രിയല്ലേ? ആ, അത് തന്നെ. പിന്നെ കൊല്ലാതെ കൊണ്ടുവരണം. എന്ന് കൊണ്ടുവരും? നാളെ രാവിലെ. ഓക്കെ. ആ, മണിയൻചേട്ടന് മുട്ടായി വേണ്ടേ? താങ്ക് യു. കോളേജിൽ പഠിക്കുന്നവർക്ക് മാക്രി എന്തിനാടാ? അവർക്ക് പ്രാക്ടിക്കലിന്. എന്ന് വെച്ചാ അവർക്ക് കീറി പഠിക്കാൻ. ചേട്ടൻ അറിഞ്ഞിട്ട് എന്ത് വേണം? അപ്പൊ നിനക്ക് കീറി പഠിക്കണ്ടേടാ? വേണ്ട. അതെന്താ? അറിയാൻ പാടില്ലാത്ത ഒന്നുമില്ല. എന്നാ പറഞ്ഞതിനോട്ട് മനസ്സിലാകേയില്ല. എന്നൊന്ന് മിണ്ടായിരിക്കോ? ഒരു കാര്യം ചോദിച്ചപ്പോ ചെറുക്കന്റെ ഗമ കണ്ടില്ലേ? കോളേജിൽ പഠിക്കുന്നതിന്റെ മൂച്ച. നീ എന്താണ് മാറ്റിക്കയറുന്നത്? അവന് പഠിപ്പ് കുറവാന്നേ ഉള്ളൂ. നിന്നേക്കാൾ 3 വയസ്സിന് മൂത്തതാ. അതിന് ഞാൻ എന്ത് വേണം? അവൻ വല്ലതും ചോദിച്ചാൽ അറിയാവുന്ന അന്നേ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ അത് പറയണം. അല്ലാതെ ഭരണമൊന്നും വേണ്ട കേട്ടോ. ആ, കിട്ടിയോടാ? ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ എന്നെ പിടിക്കുമെന്ന്. ഇനി കൊണ്ടുവാ, ഈ കടലാസിൽ പൊതിയ. എന്തിനാ മണിയുന്നത്? ഇത് കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് കീറി പഠിക്കാനാ. കോളേജിൽ പഠിക്കുന്ന പിള്ളേർ എന്തിനാ മാക്രി കയറുന്നേ? എന്നാലേ അവർ പരീക്ഷ ജയിക്കൂ. ഇതിന് പകരം എനിക്കൊരു പാട്ട് ദിവസം തരണം. ഈശ്വരനെ തന്നില്ല. ആ, തരാം. ഇത് പാപമല്ലേ? ഏത്? ഇതിനെ ഇങ്ങനെ കൊല്ലുന്നത്. പാവമാണെന്ന് വിചാരിച്ചാ പഠിക്കാൻ നോക്കുമോ? ആ, മണിയൻ ചേട്ടന് ഇതെന്താണെന്ന് അറിയാമോ? നല്ല പോലെ ആലോചിച്ച് നോക്ക്, എന്നിട്ട് പറയാൻ നോക്ക്. മണിയൻ ചേട്ടന്റെ നെഞ്ചിൽ എന്താണെന്ന് പറയാമോ? സ്നേഹം. എന്ന് വെച്ചാ ചങ്ക്. ആ ചങ്കിനാണ് ഹൃദയം എന്ന് പറയുന്നത്. ദേ, ഇതാണ് തവളയുടെ ഹൃദയം. കിടന്ന് പിടിക്കുന്നുണ്ടോ? ഇത് ദൈവദോഷമല്ലേ? ഇതിന്റെ പകുതി പാപം മണിയൻ ചേട്ടനാ. ഒന്നുമല്ല, എനിക്കൊരു പാപവുമില്ല. മണിയൻ ചേട്ടനല്ലേ എനിക്കിത് കൊണ്ട് തന്നെ? ഞാൻ കൊണ്ടുവന്നത് കൊല്ലാനല്ലല്ല, പിന്നെ വളർത്താനാ.